ജിഹ്വാനും ഉൺഹയും ഒന്നിച്ചൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെയിരിക്കെ പണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചായിരുന്നു ഇതൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് കുറച്ചുകൂടി വലുതാകുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു വന്നിട്ട് ഇതൊക്കെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും നിന്നെ തേടി നടക്കുകയായിരുന്നു എന്നൊക്കെ ഉൺഹയും ജിഹ്വാന്റെ അടുത്തൊക്കെ പറയുന്നു. ടേക്കിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ടേക്കിന്റെ അനിയത്തിയെ കാണുവാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നീ ടേക്കിന്റെ അനിയത്തിക്ക് ഒരു പട്ടമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. മാത്രമല്ല അന്ന് നീയും കുട്ടിക്കാലത്ത് നിനക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഞാനും എന്റെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ഓർത്തു പോയത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കുമായിരുന്നു നീ തന്നെ ആയിരുന്നു പഴയ അതേ ഉൺഹ എന്ന കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയതെന്നൊക്കെ ജിഹ്വാനും പറയുന്നു. പക്ഷെ പണ്ടത്തെ ജിഹ്വാൻ അല്ലല്ലോ ഇപ്പോഴത്തെ ജിഹ്വാൻ. ജിഹ്വാൻ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു അന്ന് തന്നെ അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാതിരുന്നതെന്നൊക്കെ അവനും അവളുടെ അടുത്തൊക്കെ പറയുന്നു. പണ്ടത്തെ ഹിനുവും ഇപ്പോഴത്തെ ജീഹ്വാനും എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴാണെങ്കിലും നീയാണ് ഹിനു എന്നൊക്കെ എന്നോട് വന്ന് പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഉൺഹയും പറയുന്നു. ഹിനുവും പണ്ട് ഉൺഹ കൊടുത്ത കൊടയൊക്കെ കാണുകയാണ്. അങ്ങനെ ഇരിക്കെ അവളെക്കുറിച്ച് മറക്കാനായിട്ടൊക്കെ അവനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ അവളുടെ ചാനലൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനും അതൊന്നും സാധിക്കുമായിരുന്നില്ല. മീഹോയും ജോയങ്ങും ഒന്നിച്ചൊക്കെ നടന്നു വരുന്ന സമയത്ത് അവളും അവളുടെ ഡയറിക്ക് അവന് കൊടുക്കുകയാണ്. അതിന്റെ അകത്ത് കുട്ടിയുടെ ഒരു ഫോട്ടോഗ്രാഫൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഈ കുട്ടീനെ വളർത്തുവാനായിട്ട് പോവുകയാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും സന്തോഷം കൊണ്ട് അവനും കുട്ടിക്ക് വലിയ കൈകളും കാലുകളും ഒക്കെ ആണല്ലോ ഉള്ളത് എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല ആ ഒരു ചെറിയ ഫോട്ടോഗ്രാഫിൽ നിന്നും പോലും അവനും കുട്ടിയുടെ കൈ ഏതാ തല ഏതാ കാലേതാന്നൊക്കെ കൃത്യമായി തന്നെ പറയുവാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. നിനക്ക് കുട്ടികളെ ഇഷ്ടമല്ലെന്നാണല്ലോ ഞാൻ കരുതിയത്, നിനക്ക് എങ്ങനെയാണ് പിന്നെ ഇതൊക്കെ അറിയാവുന്നതെന്നൊക്കെ മീഹോ ചോദിക്കുമ്പോൾ എനിക്ക് എന്താണ് ഇഷ്ടമെന്നോ ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്നോ അങ്ങനെ ആർക്കും കണ്ടുപിടിക്കുവാൻ സാധിക്കാറില്ല എന്നൊക്കെയാണ് ചുയങ്ങും പറയുന്നത്. മാത്രമല്ല അവന് കുട്ടിക്കാലത്ത് നല്ല പേരൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും നല്ലൊരു അച്ഛനൊക്കെ ആക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ഞാനും ആദ്യമായിട്ടല്ലേ അമ്മയാക്കുവാനായിട്ട് പോകുന്നത്, നല്ലൊരു അമ്മയാക്കുവാനായിട്ട് ഞാനും ശ്രമിക്കുന്നതായിരിക്കും എന്നൊക്കെ മീഹോയും പറയുന്നു. അപ്പോഴായിരുന്നു മീഹോയുടെ അച്ഛനും അവരെ കൈയോടെ പൊക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അച്ഛനും മിഹോ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യമൊക്കെ തന്നെ അറിയുന്നു. ഓണ രാവിലെ എണീക്കുമ്പോഴത്തേക്കും അവളുടെ ഒപ്പമായിരുന്നു ജിഹ്വാൻ ഉണ്ടായിരുന്നത്. സോ അവളും രാവിലെ തന്നെ ജിഹ്വാന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉൺഹയുടെ റൂമിൽ നിന്നും അവൻ ഇറങ്ങിയൊക്കെ വരുന്ന സമയത്തായിരുന്നു ജെയ്സോ ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ജെയ്സോനെ കാണുമ്പോഴത്തേക്കും ജിഹ്വാനും ഓടിച്ചെന്ന് ജെയ്സോയുടെ വായൊക്കെ പൊത്തുന്നുണ്ട്. പിന്നീട് അടുത്ത ആൾ ഇറങ്ങി വരുമ്പോൾ അയാളുടെ വായും അങ്ങനെ അങ്ങനെ 4 പേര് ഇറങ്ങി വരുന്ന സമയത്ത് 4 പേരുടെ വായും പൊത്തുവാനായിട്ടൊക്കെ ജിഹ്വാനും ശ്രമിക്കുന്നു. എങ്കിൽ പോലും അവരപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ വാ പൊത്തുന്നതെന്ന കാര്യമെല്ലാം തന്നെ അന്വേഷിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഉൺഹയുടെ റൂമിൽ നിന്നുമായിരുന്നു അവനിപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നെന്ന കാര്യം എല്ലാവരും തന്നെ അറിയുന്നു. ഇനി എല്ലാവരും അതിനെക്കുറിച്ച് പറയാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവരുടെ കൂട്ടത്തിലേക്കൊക്കെ ജോയിങ് എത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല മീഹോ പ്രഗ്നന്റ് ആണ്, ഞാനും അച്ഛനാവാൻ പോകുന്നു എന്നൊക്കെ അവനും എല്ലാവരുടെ മുമ്പിൽ വെച്ചൊക്കെ പറയുന്നു. എന്താണ് ശരിക്കും നടന്നതെന്നെല്ലാം തന്നെ നീ ഞങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനൊക്കെ ജിഹ്വാനും ജോയിങ്ങിന്റെ അടുത്തൊക്കെ പറയുന്നു. നീ എപ്പോഴാണ് അവനുമായിട്ട് ഇഷ്ടത്തിലേക്ക് ആയത്, ഞാൻ ഒന്നും തന്നെ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓൺഹയും ഇപ്പോഴും ഇഹോയുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കായിരുന്നു നിന്റെ പേരൻസ് ഈ ഒരു വിഷയത്തിൽ എന്ത് മറുപടിയാണ് തന്നതെന്നൊക്കെ ഓൺഹയും അവളുടെ അടുത്തൊക്കെ ചോദിക്കുന്നു. പക്ഷേ രണ്ട് പേരൻസിനും ഇത് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത രീതിക്കൊക്കെയാണ് ഉള്ളത്. വിവാഹത്തിന് മുമ്പ് കുട്ടികൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഇമേജിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നായിരുന്നു അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് ഒരേ ഒരു മാർഗം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എല്ലാവരും വേഗം റെഡി ആയിക്കോ, നമുക്കും എത്രയും വേഗം മിഹോയുടെ പേരൻസിനൊക്കെ ചെന്ന് കണ്ട് വിവാഹമൊക്കെ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ജിഹ്വാനും പറയുകയാണ്. പക്ഷെ ഞാൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്തോളാമെന്നായിരുന്നു ചുവങ് പറഞ്ഞത്. അച്ഛന് വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും അമ്മയ്ക്ക് ചെറിയൊരു സമ്മതമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇരിക്കെ ഓൺഹയും ജോയിങ് നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് ജോലിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, കാണാൻ ഹാൻഡ്സമുമാണ്, എന്തുകൊണ്ടും നമുക്ക് യോജിച്ചൊരു ബന്ധമാണ് ഇത് എന്നൊക്കെ ആയിരുന്നു അവൾ പറഞ്ഞത്. അങ്ങനെ ഇരിക്കെയാണ് ജിഹ്വാൻ ജോയിങ്ങിനെയും കൂട്ടിക്കൊണ്ട് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അവരുടെ വീട്ടിലേക്കും കടന്നു വരുന്നത്. എന്റെ പേര് ജിഹ്വാൻ എന്നാണ്. ഇപ്പോൾ ജോയിങ് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓണറാണ്. അങ്ങനെ ഇരിക്കെ കുട്ടിക്കാലം മുതൽ ഇവനെ ഞാനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്കും ഇവൻ എന്റെ അനിയനെ പോലെയൊക്കെയാണ്. അതുകൊണ്ടാണ് പേരൻസിന്റെ സ്ഥാനത്തൊക്കെ വന്ന് നിങ്ങളുടെ അനുഗ്രഹം മേടിക്കുവാനായിട്ട് ഞാനും എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജിഹ്വാനും പറയുന്നു. മാത്രമല്ല ജിഹ്വാനും ജോയിങ്ങിനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഓരോന്നായിട്ടൊക്കെ എടുത്തു പറയുകയാണ്. രണ്ടുപേര് തമ്മിലുള്ള ഒരു പ്രണയത്തിന്റെ കാര്യമൊന്നും ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വരികയില്ലായിരുന്നു. പക്ഷെ ഇത് 3 പേരെ ബാധിക്കുന്ന ഒരു കാര്യമൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാനും വിവാഹാലോചന എന്ന രീതിക്കൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളതെന്നാണ് അവൻ അറിയിക്കുന്നത്.
ഞാനും മീഹോയും ഞങ്ങളുടെ കുഞ്ഞും നല്ലൊരു ഫാമിലി ആയിട്ട് തന്നെ ജീവിക്കുന്നതായിരിക്കും. മീഹോനെ ഞാൻ നന്നായി തന്നെ നോക്കിക്കോളാം. ഞങ്ങളുടെ കുഞ്ഞിനും ഞാൻ നല്ലൊരു അച്ഛനായിരിക്കുമെന്നൊക്കെ ജോ എങ്ങും പറയുന്നു. അമ്മയും അവരുടെ വിവാഹത്തിനെല്ലാം തന്നെ സമ്മതിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയിരിക്കെ അച്ഛൻ അത്രയ്ക്ക് സമ്മതമില്ലായിരുന്നെങ്കിൽ പോലും അമ്മയും നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് കൂടി സമ്മതിപ്പിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കുടിക്കുന്നു. ഈ ഒരു സമയത്ത് ജോയങ്ങിന്റെ പേരൻസ് അവനെ ഉപേക്ഷിച്ചിട്ട് പോയതായിരുന്നെങ്കിൽ പോലും ജോയങ്ങിന്റെ പേരൻസ് കാരണമാണ് അവന് ഇത്രയ്ക്ക് ലുക്കൊക്കെ കിട്ടിയതെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ പേരൻസിന്റെ അടുത്തേക്ക് നന്ദി പറയുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു മീഹോയും. അതേസമയം ചീഹ്വാൻ കുറച്ചു മദ്യമൊക്കെ കുടിച്ചപ്പോൾ തന്നെ മൊത്തത്തിൽ ഫ്ലാറ്റായി കിടക്കുകയൊക്കെയാണ്. മാത്രമല്ല കിടക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ അവൻ വിളിച്ചു പറയുന്നുമുണ്ട്. ഞാനും ഉടനെ നല്ല മാച്ചല്ലേ, ഞങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്നൊക്കെ ചിഹ്വാൻ പറയുകയും പിന്നീട് എണീറ്റ് വരുന്ന സമയത്ത് ചുയങ് നല്ലൊരു അച്ഛനാകുന്നതായിരിക്കും, എനിക്കത് നല്ല രീതിക്ക് തന്നെ ഉറപ്പാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഒരുപാട് ചിരിക്കുകയൊക്കെയാണ്. പിന്നീട് മദ്യപിച്ചിട്ടുണ്ടായിരുന്ന ജീഹ്വാനെ തിരിച്ചു ഉൺഹ റൂമിലേക്കൊക്കെ കൊണ്ടുവന്ന് കിടത്തുന്നു. ഈ ഒരു സമയത്ത് ജുയങ് വിവാഹമൊക്കെ കഴിക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ നിനക്കൊന്നും തോന്നുന്നില്ലേ എന്നൊക്കെ ഉൺഹ ചോദിക്കുമ്പോൾ അവനല്ലെങ്കിലും ഒരു ഫാമിലിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കഴിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമാണുള്ളത്. അവനെക്കുറിച്ചോർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ ജിഹ്വാൻ പറയുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം മിഹോ വിവാഹം കഴിക്കുവാനായിട്ട് പോവുകയാണെന്നും അവൾ ഒരു അമ്മയാകുവാനായിട്ട് പോവുകയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഇപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ജോയിങ് നിന്നേക്കാളും 7 വയസ്സൊക്കെ ഇളയതല്ലേ, അങ്ങനെ ഇരിക്കെ അവൻ വിവാഹം കഴിക്കുകയാണ്. നീ ഇതുവരെയായിട്ടും വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ ഉൺഹ ചോദിക്കുമ്പോൾ ജോ ഇങ്ങനെ കുട്ടിയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് പോവുകയല്ലേ, അതുകൊണ്ടല്ലേ അവനെ പെട്ടെന്ന് കല്യാണമൊക്കെ കഴിപ്പിക്കുന്നതെന്ന് ജീഹ്വാനും പറയുന്നു. പക്ഷെ കുട്ടികൾ ഉണ്ടാകുവാനായിട്ട് പോകുന്നവർ മാത്രമല്ലല്ലോ വിവാഹം കഴിക്കുക. രണ്ടുപേർക്ക് തമ്മിൽ ഇഷ്ടമൊക്കെ തോന്നിയാലും വിവാഹം കഴിക്കുകയില്ലേ എന്നൊക്കെ ഉൺഹ ചോദിക്കുമ്പോൾ എന്റെ കൂടെയുള്ള എല്ലാവരുടെയും ഒന്നും വിവാഹം കഴിഞ്ഞില്ലല്ലോ, ബോയ്സിന്റെ ഒക്കെ വിവാഹം കഴിയട്ടെ, എന്നിട്ട് ഞാനും വിവാഹം കഴിക്കാമെന്നൊക്കെ ജീവനും പറയുന്നു. പക്ഷെ ഏറ്റവും ഇളയ ആള് ഡോഹിയാണ്. അവന് 22 വയസ്സ് മാത്രമാണ് പ്രായം. അവൻ കൂടി വിവാഹമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ വിവാഹം കഴിക്കുവാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 വയസ്സൊക്കെ ആകുന്നതായിരിക്കും എന്നൊക്കെ ഓൺഹ പറയുന്നൊക്കെയുണ്ട്. പക്ഷെ അവനും തനിക്കത്രയ്ക്ക് പ്രായമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ കേട്ടിട്ട് ഓൺഹയ്ക്ക് ശരിക്കും ദേഷ്യമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നീ എന്തായാലും നിന്റെ ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്ക്. അങ്ങനെ നോക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ 100 വയസ്സിന് മുകളിലൊക്കെ നീ ജീവിച്ചിരുന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും പിണങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം ആക്കുമ്പോഴത്തേക്കും ഉൺഹയും വെറുതെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയ കാര്യം അവളും അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളും ഒരുപാട് സന്തോഷിച്ചു. പിന്നീട് കിച്ചണിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും അടുത്ത് ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നു. 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പരിപാടിയൊക്കെ നടത്തിയാലോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും ഉണഹയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഇവരൊക്കെയാണല്ലോ ഓരോരോ പ്രോഗ്രാം ഒക്കെ വെച്ചത്. സോ ആദ്യമായിട്ട് ഞാനും ഈ ഒരു പ്രോഗ്രാം ഒക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞ് അവളും ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് അവിടേക്ക് ജീഹോൻ കൂടി എത്തുന്നത്. അവൾക്കും 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയെന്ന് അറിയുമ്പോഴത്തേക്കും അവൻ ഒരുപാട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉൺഹയും അവനും കൂടി ഒന്നിച്ച് സന്തോഷിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു എല്ലാവരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊക്കെ തലേദിവസം ജിഹോൻ പറഞ്ഞതിനെ കുറിച്ചൊക്കെ അവളും ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളും ഞാൻ മിഹോയുടെ കൂടെ മറ്റൊരു പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവോയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ പോവുകയാണ്. ഇത്രയും നേരം ഊണ് നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങള് പാർട്ടി വെക്കാമെന്ന് പോലും പറഞ്ഞതാണ്. നീ വന്നത് കൊണ്ടാണ് അതെല്ലാം തന്നെ ക്യാൻസൽ ആയി പോയത്. നീ എന്ത് തെറ്റാണ് അവളുടെ അടുത്ത് ചെയ്തതെന്നൊക്കെ ആയിരുന്നു ചിഹ്വാന്റെ അടുത്ത് ജയ്സോയും ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.